മേജർ എന്ന പേര് വെച്ച് നാട് നീളെ നടന്ന് തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് രവി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. മേജർ രവി സംവിധാനം ചെയ്ത സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള OG സുനിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നാട് ശ്രദ്ധിക്കേണ്ടതാണ്. അടിമുടി തരികിടയും 916 ഉഡായിപ്പും രാജ്യത്തിന്റെ സേനയെ സംബന്ധിക്കുന്നിടത്തോളം അപമാനമാണ് ഉഡായിപ്പ് രവി എന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. അദ്ദേഹം 25 ലക്ഷം രൂപ കൊടുക്കാമെന്ന നിലയ്ക്ക് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അടിമുടി ഉഡായിപ്പും തട്ടിപ്പുകാരനുമായിട്ടുള്ള രവി അദ്ദേഹത്തെ പറ്റിച്ച രീതിയും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ നിന്ന് പണം അടിച്ചുകൊണ്ടുപോയ രീതിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വെല്ലുവിളിയിൽ രവി പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നാട്ടുകാർ ശ്രദ്ധിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഈ മിലിറ്ററിയിലൊക്കെ ജോലി കിട്ടാൻ പണം കൊടുത്താൽ മതിയായിരുന്നു എന്നൊരു സാഹചര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. രവിയെ കണ്ടു കഴിഞ്ഞാൽ ഓടിയും ചാടിയൊന്നും എടുക്കാൻ ശേഷിയില്ലാത്ത വ്യക്തിയാണെന്ന് ഉണ്ണിയെ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ എങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വളഞ്ഞ വഴിയിലൂടെ ഓട് പൊളിച്ചെത്തി എന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കാവുന്നതാണ്. OG സുനിൽ പങ്കുവച്ചിരിക്കുന്ന ഈ പ്രതികരണം ഇപ്പോഴും ഒരു റെസ്പെക്റ്റ് ആണ് ഇന്ത്യൻ ഡിഫൻസിന്റെ ആൾക്കാരുടെ അടുത്ത്. ആ ഒരു ഇന്ത്യൻ ഡിഫൻസിന്റെ ഒരു ഡിസ്ഗ്രേസ് ആണ് മേജർ രവി എന്ന് പറയുന്നത്. ബിക്കോസ് വാട്ട് എവർ ഹി സേയിങ് ഇസ് ഫ്രോഡ് കംപ്ലീറ്റ്. ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോണേ പറയാം. ഹീസ് എ ഡിസ്ഗ്രേസ്. അയാൾ പറഞ്ഞു എനിക്ക് ഡ്രഗ് കേസ് ഉണ്ടെന്ന്. എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും, ഒരു കേസ് ഡ്രഗ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് കാണിച്ചതാ. ഓക്കെ, 2 കാസ്റ്റിംഗ് കോൾ പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാൻ കാസ്റ്റിംഗ് കോൾ ചെയ്തിട്ടില്ല. ഒന്ന് പ്രൂവ് ചെയ്യാം. ഞാനൊരു 25 lakhs ചലഞ്ച് ചെയ്യാം. ഞാനൊരു 25 lakhs ആണെങ്കിൽ അങ്ങോട്ട് വരാം. എനിക്കൊരു 1 lakh ഇങ്ങോട്ട് തന്നാൽ മതി. ചലഞ്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനൊരു കാസ്റ്റിംഗ് കോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒന്ന് കാണിച്ചതാ. പിന്നെ പിക്കറ്റ് 43 നിങ്ങളല്ല ഡയറക്റ്റ് ചെയ്തത്. എനിക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെ ഡയറക്റ്റ് ചെയ്തതെന്നുള്ളത്. അപ് ടു ഡേറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, അത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞത് തനിക്ക് കൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് ചാനലിലും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജും ജോമോനൊക്കെ നല്ലോണം ഡയറക്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നല്ല, അന്ന് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. താൻ കാരണം ഒരു കാര്യം ചെയ്തു. പിന്നെ അതോടെ ഞാൻ സിനിമ നിർത്തി. ഞാൻ പേടിച്ചു. എന്താ കാര്യം വെച്ചാൽ തന്നെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ കുത്തുവാള എടുക്കും. 96 ദിവസം സിനിമയിലാണ് ഓടിയത്, ഞാനാ ഓടിയത്. ഓക്കെ, അത് ഡിസംബർ 18-ാം തീയതി ക്രിസ്മസിന് നടക്കേണ്ട പടം താൻ മനഃപൂർവ്വം അത് താൻ മുങ്ങിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ജനുവരി 23-ാം തീയതി ഞാൻ പടം ഇറക്കണേ. എനിക്കറിയില്ല ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത്. 50 ദിവസം ഒന്നും പറഞ്ഞ് പോസ്റ്റർ അടിച്ചെന്നാ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ആ പോസ്റ്റർ ഇപ്പോൾ വേണമെങ്കിൽ അടിച്ചു വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു തന്നു. 50 ദിവസം അടിച്ച് പോസ്റ്റർ 1 രൂപ മുടക്കുള്ളൂ. 55 ലക്ഷം രൂപ തനിക്ക് തന്നെ. താൻ ഇവിടെ എൻ്റെ ഹോട്ടലില് മുറിയിൽ 5 റൈറ്റേഴ്സ് ഇരുന്നാ തനിക്ക് വേണ്ടി എഴുതിയത്. ആ പിള്ളേർ ഇപ്പൊ എവിടെയാണോ? അവര് വീണ്ടും നിങ്ങൾ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് താൻ പറഞ്ഞത് തന്റെ TDS താൻ എഗ്രിമെന്റിലുണ്ട്. TDS താൻ അടയ്ക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ദിസ് ബുൾഷിറ്റ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, താൻ ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, താൻ കള്ള ഒപ്പിട്ടിട്ടുണ്ട്. എന്തി അത് ഫേസ് ചെയ്യാൻ പേടി? താൻ കള്ള ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞത്. ആ ഡോക്യുമെന്റും ഉണ്ട്. അപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന്റെ ബേസ് വേണം. അത് ജെന്യുവൻ ആയിരിക്കണം. ഓക്കെ, അതാ പറഞ്ഞത്. യു ആർ എ ഡിസ്ഗ്രേസ് ടു ഇന്ത്യൻ ഡിഫൻസ്. അഡിയോസ് ആമിഗോസ്. പിന്നെ മേജർ എന്ന പേരും വെച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മരഞ്ചാടി കുരങ്ങന്മാരെ പോലെ രാഷ്ട്രീയത്തിൽ തന്നെ മരഞ്ചാടി നടക്കുന്ന രീതി നാട്ടുകാർ കാണുന്നുണ്ട്. അവിടെ തന്നെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ നിലവാരവും ഓരോ സന്ദർഭത്തിൽ പറയുന്ന വാചകങ്ങൾ, അതായത് ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പദപ്രയോഗമുണ്ട്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓന്ത് വർഗത്തിന് പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നിലപാടുകൾ മാറ്റി പറയുന്ന വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ച് പ്രൊഡ്യൂസർ ആയിട്ടുള്ള വ്യക്തി വെല്ലുവിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷം രൂപ മടക്കി കൊടുത്താൽ മതി. അദ്ദേഹത്തിന്റെ വെല്ലുവിളി വെച്ചിട്ട് കാസ്റ്റിംഗ് കൗച്ചിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ബെഡായി അടിയിൽ വീണു ഞാൻ വലിയ സംവിധായകനാണെന്ന് തട്ടിവിട്ടുകൊണ്ട് OG സുനിലിന് കൊടുത്ത 8ന്റെ പണിയും അതിലൂടെ നഷ്ടപ്പെട്ട 55 ലക്ഷം രൂപയും പടം രാവിലെ ഇറങ്ങി വൈകിട്ട് വെടികേക്കുന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയാണ്. അതിനെ തുടർന്നാണ് രവിയെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയുകയും കള്ള നാണയത്തെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയതെന്നും അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രവിക്കുണ്ട്.
രവി ഒരു മേജർ അടിച്ച് ഫ്രണ്ടിൽ വെച്ചിട്ട് എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് നാട് നീളെ തേരാപ്പാര നടന്ന് ഡയലോഗ് അടിക്കുന്നത്. കേരളത്തിൽ സംഘപരിവാർ സ്വാധീനമുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ഉടായ്പകളെ എല്ലാം എടുത്ത് ഹൈലൈറ്റ് ചെയ്യാനും എടുത്ത് തലയിൽ വെച്ച് എന്തോ സംഭവമാക്കി അവതരിപ്പിക്കാനും അവർക്ക് വല്ലാത്ത ഉത്സാഹമാണ്. പക്ഷേ ഇദ്ദേഹവുമായി സഹകരിച്ച വ്യക്തി അദ്ദേഹത്തിനെതിരെ ഡ്രഗ്സ് ഡീലിംഗ്സ് ഉണ്ട് എന്ന ആരോപണം ഉയർത്തിയതിനെ തെളിയിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ അത് തെളിയിച്ചില്ലെങ്കിൽ രവി കാപട്യമാണെന്ന് നാട്ടുകാർക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. കാര്യം മാവുള്ള മാവിൽ കല്ലെറിഞ്ഞാൽ എനിക്ക് കൂടി അതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്നുള്ള നിലയ്ക്ക് ഇന്നലകളിൽ പറ്റിച്ച വ്യക്തിയെ ഒന്ന് സമൂഹ മാധ്യമങ്ങളിലിരുന്ന് എന്തെങ്കിലുമൊക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് മൈലേജ് ഉണ്ടാക്കാൻ ഗുണപ്പെടുമെന്ന് കരുതിക്കൊണ്ടും അല്ലെങ്കിൽ അവനിട്ടിരിക്കട്ടെ ഒരു പണിയെന്നുള്ള നിലയ്ക്ക് അയാളെ പറ്റിച്ചതിന് ശേഷം പുറത്തിറങ്ങി ആ വ്യക്തിയെക്കുറിച്ച് തന്നെ കള്ളപ്രചരണം നടത്തുമ്പോൾ രവി എന്ന ദുഷിപ്പിനെ കുറിച്ച് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ ബോധ്യപ്പെടാവുന്നതേയുള്ളൂ